origami പേപ്പർ, കമ്പി, കത്രിക, പശ, ഗൺഗ്ലൂ. ഈ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ രീതിയിൽ origami പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പർ എടുത്ത് 4 ആയിട്ട് മടക്കുക, പിന്നീട് 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത ഒരു പീസാണിത്. ഇനി ഈ പീസ് ഒന്ന് ഡയഗണലായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നീട് 3 ആയിട്ടൊന്ന് മടക്കിയ ശേഷം നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഈ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ച ശേഷം കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ഷേപ്പ് ആവാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി കോർണർ ഭാഗം ഒന്ന് ഷേപ്പാക്കാം. ഇനി ഇതെല്ലാം ഓരോ ഇതളുകളും പെൻസിലിൻ്റെ ഈ ഭാഗം ഉപയോഗിച്ച് ഈ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാനിവിടെ 4 പീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കമ്പി എടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് വളച്ച ശേഷം ഒരു പീസ് എടുത്ത് അതിലോട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗൺഗ്ലൂ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഫെവിക്വിക്ക് ഉപയോഗിച്ചും ചെയ്യാം. പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ ഗൺഗ്ലൂ ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ ഒട്ടിച്ച ശേഷം ഒരു ഇതള് മാത്രം എടുത്ത് ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ പോലെ ഉണ്ടാക്കിയതാണ് ഇതും. ഇനി ഓരോ പീസായിട്ട് നമുക്കിതിനോട്ട് വെച്ച്
ഈ സെയിം രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഫ്ലവേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ പീസും സെയിം രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ രീതിയിൽ മടക്കി ഈ കാണിക്കുന്ന അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ അഗ്രഭാഗം ഈ രീതിയിലൊന്ന് പിരിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്ലവറിലോട്ട് വെച്ച് കൊടുക്കാം. ഈ സെയിം രീതിയിലാണ് ബാക്കി എല്ലാ ഫ്ലവേഴ്സിനും വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ഗ്രീൻ പേപ്പർ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഗ്രീൻ പേപ്പറിന് പകരം ഗ്രീൻ ടാപ്പും എടുക്കാം. എൻ്റെ കയ്യിൽ ലൈറ്റ് ഗ്രീൻ കളർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ പേപ്പർ ഉപയോഗിക്കുന്നത്. ഇനി ഈ രീതിയിൽ ഈ താഴ്ഭാഗം നന്നായിട്ടൊന്ന് കട്ടിയിൽ ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഗ്രീൻ പേപ്പർ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പീസ് എടുത്ത് നാലായിട്ടൊന്ന് മടക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലെ ഓരോ പീസ് എടുത്ത് നമുക്ക് ഓരോ ലീഫ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇത് ഡയഗണലായിട്ടൊന്ന് മടക്കിയ ശേഷം ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. ലീഫ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മടക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക. അതായത് ഈ രീതിയിൽ മടക്കിയെടുക്കുക. ഇനി ഒരു കമ്പി എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഗ്രീൻ പേപ്പർ കവർ ചെയ്തിട്ടുണ്ട്. ഈ പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം നമുക്ക് ആ ഇലയുടെ മടക്കിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാം. ഈ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഈ രീതിയിൽ അറേഞ്ച് ചെയ്തെടുക്കുക.
ഇനി ലീഫും ഫ്ലവറും എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.